നേരം 10-11 മണിയായി. ഇവിടെ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. എന്നുള്ളാനായിക്കില്ലേ പോയി. ഏത് സമയം നോക്കിയാൽ എനിക്ക് പണി പണി പണി. ഇപ്പോഴത്തെ പെണ്ണുങ്ങളെയൊക്കെ ഒരു സുഖം. എന്തെങ്കിലും പണിയുണ്ട് എനിക്ക് ഇതെടുത്ത് കുത്തിക്കാൻ നേരം ഉണ്ടാവുക. അയ്യല്ലപ്പോ ഇവിടുന്ന് അങ്ങോട്ടും പോയാ മതിയാണ്. ഇവിടെ എന്തൊരു പണി. ഇവർക്കൊക്കെ എന്ത്. നജീംഖാന്റെ വീടല്ലേ? ഞാൻ നജീംഖാന്റെ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളാണേ. ഇക്ക പറഞ്ഞു നിങ്ങൾ കേറിയിരിക്കെ. ഉമ്മ 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 നജീംഖാന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ. നീ ഏതാ? ഉമ്മാക്ക് ചെവി കേക്കല് കുറച്ച് കുറവാ. അങ്ങനാ? ഞാനേ നജീംഖാന്റെ കൂടെ ഗൾഫിൽ വർക്ക് ചെയ്യുന്നതാ. ഞാൻ ഇവിടെ വന്ന് കൊറേ വിളിച്ചു, മുമ്പ് മൈൻഡ് ചെയ്യുന്നില്ല. പാവല്ലേ? നല്ല പാവാ. അല്ലെങ്കിൽ ഇമ്മള് പറയുന്നൊന്നല്ല മൂപ്പത്തി കേൾക്കുക. അപ്പൊ ഈ നജീംഖാന്റെ ഉമ്മ അല്ലേ? അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആരായിരുന്നു? ഇത് നജീംഖാന്റെ ഉമ്മയാ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് എൻ്റെ ഉപ്പയാ. ഈ ഉമ്മേനെ പോലെയൊന്നല്ല എൻ്റെ ഉപ്പ. എൻ്റെ ഉപ്പേനെ പോലത്തെ ഒരു ഉപ്പേനാ ഈ ദുനിയാവ് കാണാൻ പാടാ. അത്രയ്ക്ക് നല്ല മനുഷ്യനാ. എൻ്റെ ബാപ്പ ഹോസ്പിറ്റലായപ്പോ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. എന്താ വെച്ചാല് ഉപ്പയ്ക്ക് ഒരു ദുശീലല്ലായിരുന്നു. അത്രയ്ക്ക് നല്ല മനുഷ്യനായിരുന്നു ഉപ്പ. ബാപ്പേന്റെ മക്കളെ ഞങ്ങളെപ്പോലും ഇന്നേ വരെ ഒരു വാക്കുകൊണ്ട് പോലും നോവിച്ചിട്ടില്ല ബാപ്പ. അത്രയ്ക്ക് നല്ല ബാപ്പയാ ഞങ്ങള്. അതുകൊണ്ട് ആ ബാപ്പേന്റെ മോളായിട്ട് ജനിച്ചാല് ഞാൻ വലിയ ഭാഗ്യവതിയാ. ഓള് കൊറേ രാവിലെ പറയുന്നത്. ഓള് എന്തൊക്കെയാ പറയുന്നത്? അതൊന്നുമില്ല, ഓല വാപ്പാനെ പറ്റി പറഞ്ഞതാ. അതൊരു ലക്ഷണം കേട്ടാ കാക്കിയാന്ന്. അയാള് കുടിച്ച് മരിക്കാനായി. അയാള് കുടിച്ച് വന്നിട്ട് ഇവളെ ഉമ്മാനെയൊക്കെ അടിച്ചടിച്ച് കയ്യും കാലും ഒക്കെ എല്ലാം കൂടി ഇങ്ങനെയൊക്കെയാണ്. അയാളെ സ്വൈര്യക്കേടുകൊണ്ട് അയാളെ നാട്ടുകാർ മുഴുവൻ അയാളെ അടിച്ച് കയ്യും കാലും ഒക്കെ ഒടിച്ചിട്ട് ആസ്പത്രിയിലാണ്. നല്ല ബെസ്റ്റ് ഫാമിലി. എന്തായാലും ഇത്താ ഞാൻ ഇറങ്ങട്ടെ. അല്ലെങ്കിലും ഒക്കെ ആദ്യേ ഉള്ളതാ. ആരെങ്കിലും ഒന്നിനെ കാണുമ്പോ ഒരു കുടുംബ ചരിത്രം പറയണ്ടേ? ഒളിച്ചേക്കണ്ടേതൊക്കെ ഒളിച്ചേക്കണ്ടേ? അല്ലെങ്കിൽ ഇന്റെ മോനല്ലേ അതിന്റെ മോശം? അല്ല പിന്നെ ഉമ്മ ഇത്രയും ചരിത്രം പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും എൻ്റെ സലാം നിങ്ങളെ വാപ്പാനോട് അങ്ങ് പറഞ്ഞു കിട്ടാം.